ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. എല്ലാവരും നാളെ നീറ്റ് എക്സാമിനേഷൻ എഴുതാനായിട്ടുള്ള ഫൈനൽ പ്രിപ്പറേഷൻസിലായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദിക്കാൻ സാധ്യതയുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ സെഷൻ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ പാരബോളിക് പാത്ത് y is equal to 2x square plus 3. y is equal to 2x square plus 3. ഇതാണ് പാത്ത് ഓഫ് ദ പാർട്ടിക്കിൾ അല്ലേ? ഇൻ സച്ച് എ വേ ദാറ്റ് x component of velocity remains constant. വെലോസിറ്റിയുടെ x component കോൺസ്റ്റന്റ് ആണ്. അതായത് x component of velocity അതിനെ നമ്മൾ വിളിക്കുന്നത് dx by dt എന്നാണ് കേട്ടോ. അതൊരു കോൺസ്റ്റന്റ് ആണ് and has a value of 2 meter per second. അതിന്റെ വാല്യൂ 2 meter per second ആണ്. ക്വസ്റ്റ്യൻ ഇവിടെ ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഞാനിവിടെ വൈയുടെ ഇക്വേഷൻ എഴുതാം. y is equal to 2x square plus 3. അപ്പം നമുക്കറിയാം ആക്സിലറേഷൻ വേണമെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ? വൈയെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dy by dt കിട്ടും, അത് വെലോസിറ്റി ആണ്. ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും അല്ലേ? അപ്പം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാ. dy by dt is equal to എന്താ? 2 into x സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ 2x ആണ്. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു t ആയതുകൊണ്ട് ഞാൻ dx by dt കൂടെ എഴുതും. പ്ലസ് ഈ കാണുന്ന 3യുടെ ഡിഫറൻസിയേഷൻ 0 ആണ് അല്ലേ? അപ്പൊ എന്താ കിട്ടുക? ഈ കിട്ടിയിരിക്കുന്നത് dy by dt ആ. dy by dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻ y ഡയറക്ഷനാണ്. അപ്പൊ നമുക്കതിനെ vy എന്ന് എഴുതാം. vy is equal to 2 into 2 4 into x into dx by dt എന്ന് കിട്ടും. ഓക്കെ, dx by dt യുടെ വാല്യൂ നമ്മൾ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. dx by dt 2 meter per second ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ that is equal to 4 into x into 2 8x എന്ന് ആൻസർ കിട്ടും. അപ്പം എനിക്ക് വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ ആയി. എനിക്ക് വേണ്ടത് ആക്സിലറേഷൻ ആണ് കേട്ടോ. ഞാൻ ഒന്നുകൂടി എഴുതാം. വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ ഇവിടെ 8x ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എങ്ങനെ കിട്ടും? ഈ വെലോസിറ്റി ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിന് നമ്മൾ ആക്സിലറേഷൻ എന്നാ പറയാം, dvy by dt. അപ്പോൾ ഇത് y ഡയറക്ഷനിലെ വെലോസിറ്റി ആയതുകൊണ്ട് കിട്ടുന്ന ആക്സിലറേഷൻ y ഡയറക്ഷനിലായിരിക്കും കേട്ടോ. ആക്സിലറേഷൻ ഇൻ y ഡയറക്ഷൻ എന്താ കിട്ടുക? ദാറ്റ് ഈസ് 8 ഇൻറ്റു എക്സിൻ്റെ ഡിഫറൻസിയേഷൻ 1 ആണ്. കഴിഞ്ഞില്ല, ഒരു dx by dt കൂടെ ചേർക്കണം. കാര്യം നമ്മളിത് ടൈം വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലേ? ചെയിൻ റൂൾ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് dx by dt കൂടെ ഞാൻ ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 1 ഇൻറ്റു dx by dt ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇവിടെ 2 എന്നാണ്. അതിവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 8 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 16 meter per second square എന്ന് കിട്ടും. ഇനി ആക്സിലറേഷൻ നെക്സ്റ്റ് ഡയറക്ഷൻ എത്രയാ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആണെന്നാണ് അല്ലേ? വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ 2 ആണല്ലോ. അപ്പോൾ അതിന്റെ ആക്സിലറേഷൻ എത്രയായിരിക്കും? x ഡയറക്ഷനിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ dvx by dt ഞാൻ എടുത്തു. ഇവിടെ ഇത് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 എന്ന് കിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എക്സ് ഡയറക്ഷനിലെ ആക്സിലറേഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ y ഡയറക്ഷനിലെ ആക്സിലറേഷൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഫൈനലി നമുക്ക് ആക്സിലറേഷൻ എഴുതാം കേട്ടോ. ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ay മാത്രമേ ഉണ്ടാവുള്ളൂ. അത് 16. y ഡയറക്ഷൻ ആയതുകൊണ്ട് ഞാൻ j ക്യാപ്പ് എന്ന് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്ടർ ഐ ക്യാപ്പും y ആക്സിസിൽ j ക്യാപ്പും z ആക്സിസിൽ k ക്യാപ്പും ആണ്. അപ്പോൾ ഇവിടെ ay is equal to 16j meter per second square എന്ന് വരും. കറക്റ്റ് ഓപ്ഷൻ 3 ആണ് കേട്ടോ. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ബോൾ സ്ട്രൈക്സ് എ ഹൊറിസോണ്ടൽ xy plane with a velocity of 10I plus 30j minus 20k meter per second and collides perfectly inelastically. ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണ് കേട്ടോ. ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, അപ്പോൾ ഈ ബോൾ സ്ട്രൈക്ക് ചെയ്യുന്നത് XY പ്ലെയിനിലാണ്. അതിന്റെ വെലോസിറ്റി പറഞ്ഞിരിക്കുന്നത് 10I. വെലോസിറ്റി, ഇൻകമിംഗ് വെലോസിറ്റി പറഞ്ഞിരിക്കുന്നത് 10I പ്ലസ് 30j മൈനസ് 20k എന്നാണ് അല്ലേ? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇത് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സർഫസ് ഇല്ലേ, ആ പ്ലെയിനിലുള്ള കമ്പോണൻസിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ആ പ്ലെയിനിലുള്ള വെലോസിറ്റിയുടെ കമ്പോണൻസ് ഒന്നുകൂടെ പറയാം. ഈ ബോൾ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന പ്ലെയിൻ ഇല്ലേ, ആ പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ പ്ലെയിനിലുള്ള കമ്പോണൻസ് ഓഫ് വെലോസിറ്റിക്ക് മാറ്റം വരില്ല. കാര്യം ഫോഴ്സ് ഉള്ളത് എവിടെയാ? പെർപെൻഡിക്കുലർ. ഇമ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്.
അപ്പോൾ ഇതിന്റെ പാരലൽ പ്ലെയിനിലുള്ള വെലോസിറ്റി കമ്പോണൻസിന് മാറ്റം വരില്ല. പാരലൽ പ്ലെയിനിലുള്ള വെലോസിറ്റി കമ്പോണൻസ് ഏതൊക്കെയാ? ഇവർ പറയുന്നത് എക്സ് വൈ പ്ലെയിനെ ഹിറ്റ് ചെയ്യുന്നതാണ്. എക്സ് വൈ പ്ലെയിനിലെ കമ്പോണൻസ് ആരൊക്കെയാ? ഇതാണ് എക്സ് വെക്ടർ, ഇത് വൈ വെക്ടർ. അപ്പോൾ അവർക്ക് മാറ്റമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ യു എന്ന് വിളിക്കാം. ഫൈനൽ വെലോസിറ്റി അപ്പോൾ എങ്ങനെ എഴുതും? 10i മാറ്റമൊന്നുമില്ല, പ്ലസ് 30j മാറ്റമൊന്നുമില്ല. ഇത് പാരലൽ പ്ലെയിനിലെ കാര്യമാണ് പറഞ്ഞത്. ഇനി പെർപെൻഡിക്കുലർ പ്ലെയിനിലോ? ഇത് ഇൻഇലാസ്റ്റിക് കൊളീഷൻ അല്ലേ? ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ കൊളീഷൻ കഴിയുമ്പോൾ വെലോസിറ്റി 0 ആവില്ലേ? 0 ആവും. അപ്പോൾ ഈ തേർഡ് കമ്പോണന്റ് 0 ആയിരിക്കും. അപ്പോൾ ഫൈനൽ ആൻസർ വരുന്നത് 10i പ്ലസ് 30j എന്നാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻ 2 ആണ് കേട്ടോ. ഞാനത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ് കേട്ടോ. അതായത് 3 കമ്പോണൻസ് ഉണ്ട്. ഇത് എക്സ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, ഇത് വൈ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, ആൻഡ് ദിസ് ഇസ് സെഡ് കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ ബോൾ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ആ പ്ലെയിൻ ഹിറ്റ് ചെയ്യുന്ന പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള കമ്പോണൻസിന് മാറ്റം വരില്ല. അതായത് എക്സ് വൈ കമ്പോണൻസിന് മാറ്റം വരില്ല. എക്സ് കമ്പോണന്റ് മാറില്ല, വൈ കമ്പോണന്റ് മാറില്ല. കാരണം ആ പ്ലെയിനിൽ എന്തില്ല? ഇമ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല അല്ലേ? സെഡ് കമ്പോണന്റ് മാത്രമേ മാറുള്ളൂ. സെഡ് കമ്പോണന്റ് ഇവിടെ എത്രയാ? 20 പക്ഷേ കൊളീഷൻ കഴിയുമ്പോൾ എത്രയാവും? അത് 0 ആവും. കാരണം ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ കമ്പോണന്റ് ഉണ്ടാവില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആയിരുന്നെങ്കിലോ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ, ഇത് ഇൻഇലാസ്റ്റിക്കിൽ ഈ പോർഷൻ ഇല്ല. അങ്ങനെയാണെങ്കിലോ? അപ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? ഈ ഇസഡ് കമ്പോണന്റ് ഇല്ലേ, അത് ഇങ്ങോട്ട് വന്ന അതേ സ്പീഡിൽ തിരിച്ചു പോകും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ അങ്ങനെയല്ലേ? ഒരു സർഫസിൽ വന്നൊരു ബോൾ ഹിറ്റ് ചെയ്താലേ അതേ വെലോസിറ്റി തിരിച്ചു പോകും, ശരിയല്ലേ? പക്ഷേ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യത്തില്ലേ മക്കളെ? ഇങ്ങനെ സർഫസ്, അതിലേക്ക് ഒരു യു വെലോസിറ്റി വരുന്നു, അത് തിരിച്ചു പോകുമ്പോൾ അതിനെ -u എന്നല്ലേ വിളിക്കുക. അപ്പോൾ ഇത് നോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതാം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ എങ്ങനെ വരും? ഇത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്കിന്റെ ക്വസ്റ്റൻ ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ വി എന്ത് വരും എന്നറിയോ? 10i മാറ്റം വരില്ല, 30j മാറ്റം വരില്ല. പക്ഷേ ഈ -20k ഇല്ലേ, അതേ വെലോസിറ്റി റീറ്റെയിൻ ചെയ്യും, സെയിം വെലോസിറ്റി ആയിരിക്കും. പക്ഷേ ഇങ്ങോട്ട് വന്ന് തിരിച്ചു പോകുന്നത് കൊണ്ട് അതിനൊരു മൈനസ് കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ മൈനസ് എടുക്കുമ്പോൾ 20k ആവും, മീറ്റർ/സെക്കൻഡ്. ഇവിടെ ഇത് മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, 10i + 30j. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടി കേട്ടോ. പവർ അപ്ലൈഡ് ടു എ പാർട്ടിക്കിൾ വേരീസ് വിത്ത് ടൈം ആസ് p = 3t² + 2t + 1. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. എനർജിയാ വേണ്ടത്. പവർ തന്നിട്ടുണ്ട് അല്ലേ? പവറും എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്താ? പവർ ഇസ് ഈക്വൽ ടു എനർജി ബൈ ടൈം. ശരിയാണോ? പവർ ഇസ് ഈക്വൽ ടു എനർജി ബൈ ടൈം. ഇവിടെ പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? ഈ തന്നിരിക്കുന്ന പവർ ടൈമിന്റെ ഫംഗ്ഷൻ ആണ് അല്ലേ? പവർ കോൺസ്റ്റന്റ് അല്ലല്ലോ. പവർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 50 വാട്ട്സ് അല്ലെങ്കിൽ 100 വാട്ട്സ് എന്ന് കൃത്യമായിട്ട് പറയും ആ നമ്പർ. പക്ഷെ ഇവിടെ ടൈം ഉണ്ടല്ലോ. അപ്പോൾ ടൈം ഡിപ്പെൻഡന്റ് പവറാണ്, ടൈമിനനുസരിച്ച് മാറുന്ന പവറാണ് അല്ലേ? അതിനെ നമ്മൾ വേരിയബിൾ പവർ എന്ന് പറയും. വേരിയബിൾ പവർ. അപ്പോൾ വേരിയബിൾ പവർ ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറുന്നറിയോ? ഈ ഇക്വേഷൻ മാറ്റി എഴുതുന്നത് എങ്ങനെയെന്നറിയോ? ഇതിനെ നമുക്ക് dE/dt എന്ന് എഴുതണം. അവിടെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ കൊണ്ടുവരുന്നത്. എന്നൂടെ പറയാം, പവറിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് E/T, എനർജി ബൈ ടൈം ആണ്. ഞാൻ ഈ ഇക്വേഷൻ ചൂസ് ചെയ്യാനുള്ള കാരണം, പവർ തന്നിട്ടുണ്ട്, ഇവിടെ എനർജി കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? സോ നമുക്കിവിടെ ഞാൻ ഒന്നുകൂടെ കൃത്യമായിട്ട് എഴുതിയാൽ dE/dt എന്ന് എഴുതണം. കാര്യം ഞാൻ പറഞ്ഞു, ഇവിടെ പവർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല, വേരിയബിൾ പവർ ആണ് കേട്ടോ. സോ d = p × dt എന്ന് വരും കേട്ടോ. സോ നമുക്ക് എന്താ കിട്ടും ഇവിടെ? ഞാനിപ്പോൾ ഇവിടെ d = p × dt എന്ന് എഴുതി. അപ്പോൾ എനിക്ക് വേണ്ടത് ടോട്ടൽ എനർജിയാണ്. അതിനെന്ത് ചെയ്യണം? ഇൻറ്റഗ്രൽ p/dt എന്ന് എടുക്കണം. ശരിയല്ലേ? അത് എവിടെ നിന്ന് എവിടെ വരെയാ? 2 സെക്കൻഡ് തുടങ്ങി 4 സെക്കൻഡ് വരെ ചോദിക്കുന്നത്. അപ്പോൾ ലോവർ ലിമിറ്റ് 2ഉം അപ്പർ ലിമിറ്റ് 4ഉം. അപ്പോൾ ഞാൻ ഒന്നുകൂടി എഴുതാൻ പോവാ. ഇൻറ്റഗ്രൽ 2 to 4, പിയുടെ വാല്യൂ 3t² - 2t + 1 × dt എന്ന് എഴുതി കേട്ടോ. ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേഷൻ അറിയാമെന്ന് കരുതുന്നു. 3 × t² ഇൻറ്റഗ്രേഷൻ എന്താ വരിക? t³ / 3. തൊട്ടടുത്ത നമ്പർ എഴുതിയാൽ മതി കേട്ടോ. -2 × t എന്ന് എഴുതിയാൽ t⁻1 ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ത് വരും? t⁻1ൻ്റെ അടുത്ത നമ്പർ t⁻2/2 പ്ലസ് ഈ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ t⁻0 t⁻0യുടെ ഇൻറ്റഗ്രേഷൻ എന്താ? t⁻1/1. t⁻0യുടെ ഇൻറ്റഗ്രേഷൻ t⁻1/1. ലോവർ
ലോവർ ലിമിറ്റ് 2ഉം അപ്പർ ലിമിറ്റ് 4ഉം കണ്ടോ. അപ്പം ഞാനിത് ഫൈനലി 3യും 3യും കട്ട് ചെയ്തു, 2വും 2വും കട്ട് ചെയ്തു. ബാക്കി എന്താ വരുന്നതെന്നറിയോ? ദാറ്റ് ഈസ് ഈക്വൽ ടു ടി ക്യൂബ് മൈനസ് ടി സ്ക്വയർ പ്ലസ് ടി, എവിടെ നിന്ന് എവിടെ വരെയാ? 2 തുടങ്ങി 4 വരെ. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക കേട്ടോ. ടിയുടെ സ്ഥാനത്ത് 4 കൊടുത്തു. 4 ക്യൂബ് മൈനസ് 4 സ്ക്വയർ പ്ലസ് 4 മൈനസ് 2 ക്യൂബ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 2. ഇത് എത്ര വരും? 16, 4 64. ഇത് 16 പ്ലസ് 4. ഓക്കെ, മൈനസ് ഇത് 2ൻ്റെ ക്യൂബ് 8, 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 2. 64 നിന്ന് 16 48, 4 52 മൈനസ് 8 4 4 2 6, 52 മൈനസ് 46 46 ജൂൾ എന്ന് കിട്ടും എനർജി കേട്ടോ. അപ്പോൾ എനർജി 46 ജൂൾ എന്ന് കിട്ടും. ആൻസർ ഇസ് ഓപ്ഷൻ 2. ഓക്കെ, അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഐ വിൽ കം ബാക്ക് വിത്ത് മോർ സച്ച് ക്വസ്റ്റ്യൻസ് ലേറ്റർ ഓൺ ടുഡേ. താങ്ക് യു.